സംസ്ഥാനത്ത് കനത്ത മഴ, വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മരം വീണു. പുനലൂരിൽ നിരവധി വീടുകൾ തകർന്നു. കോഴിക്കോട് കൃഷിനാശം. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കാസർഗോഡും കണ്ണൂരും റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പ്രതിസന്ധി കാലത്തും PSC അംഗങ്ങൾക്ക് വീണ്ടും വാരിക്കോരി സർക്കാർ. ക്ഷാമബത്ത കുത്തനെ കുട്ടി. 2% വർധന മുൻകാല പ്രാബല്യത്തോടെ. മാസവരുമാനം 4 ലക്ഷത്തിൽ അധികമാകും. കുടിശ്ശിക പണമായി നൽകാനും നിർദ്ദേശം. കോവിഡ് വ്യാപന ആശങ്കയ്ക്കിടെ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. എല്ലാ ജില്ലകളിലും നിരീക്ഷണം. മെയ് മാസം ഇതുവരെ കോവിഡ് ബാധിച്ചത് 273 പേർക്ക്. ഡൽഹിയിൽ ആശുപത്രികൾ സജ്ജമാക്കി വെക്കണമെന്ന് നിർദ്ദേശം. പാക് ഭീകരത തുറന്നുകാട്ടാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘവും യാത്ര തിരിച്ചു. ഭീകരത കൊണ്ട് രാജ്യത്തെ നിശബ്ദമാക്കാനാകില്ലെന്ന് തരൂർ. That we will not be silenced by terrorism, and we don't want the world to look away either. We don't want indifference to triumph over the truth. ആണവ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഭീകരതയോട് സന്ധിയില്ലെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാഹുൽ ഗാന്ധി ഇന്ന് കശ്മീരിൽ പൂഞ്ചിൽ പാക് ആക്രമണങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കും. എറണാകുളം മൈറ്റിലിയിൽ ബാറിലെ ഗുണ്ടാ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്ക്. മർദ്ദനം. DJ പാർട്ടിക്കിടെ യുവതിയോട് മോശമായി പെരുമാറിയതിനെ ചോദ്യം ചെയ്തതിന് ആക്രമണം നടത്തിയത് തീവ്രവാദ കേസ് പ്രതി ഫിറോസിന്റെ കൂട്ടാളികളായ നഹാസും സുനീറും. സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് ഇടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 80ന്റെ നിറവിൽ. പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെ ഈ ജന്മദിനവും.